സാറ്. ആ പെണ്ണ് എവിടെ ഉള്ളതെന്ന് അറിയില്ല. പിള്ളേര് കാശിന് വേണ്ടി എങ്ങനെ ചെയ്തേ? സാർ, അവന്മാര് മുഴുവൻ കാശ് വാങ്ങിച്ചിട്ട് പറ്റിക്കായിരുന്നു. അവന്മാരെ പിടിച്ച് അവളെ കണ്ടുപിടിക്കാം. അവന്മാരുടെ ഫോൺ പോലും. പെണ്ണിനെ കളഞ്ഞിട്ട് വന്ന കാരണം പറയുവാണോ? നിങ്ങൾക്ക് തന്ന ജോലി കളഞ്ഞു കുളിച്ചിട്ട് വന്നു പൊക്കിന്നൊക്കെ തമാശ പറഞ്ഞു കളിക്കാ. ഒരു പെണ്ണ് രക്ഷപ്പെട്ടു പോയ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? മിത്രനോട് ഞാനിപ്പോ എന്താ പറയാ? ഒരു പെണ്ണ് രക്ഷപ്പെട്ടെന്നും ഒരു പെണ്ണ് രക്ഷപ്പെടാൻ ശ്രമിക്കാന്നാണോ? കാലത്തോട്ട് എന്ത് ചെയ്യുന്നോ നീയൊക്കെ? ആ ഫോൺ ഓപ്പൺ ആയോ ഇല്ലയോ? ട്രൈ ചെയ്തു, പറ്റിയില്ല ചേട്ടാ. ചാർജ് ഇട്ടിട്ടുണ്ട് ചേട്ടാ. ഇപ്പൊ ഓണാവും ചേട്ടാ. പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ ചേട്ടാ. അല്ല സാർ, സാർ നിങ്ങളുടെ കയ്യിലെ ഫോൺ എന്റെയാ സാർ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്നാ സാർ. ടോയ്ലറ്റ് വീണിട്ട് പോലും കഴുകിയിട്ട് കളയാതെ യൂസ് ചെയ്യാ സാറേ. എത്ര സെന്റിമെന്റാ സാർ. ഇപ്പൊ എവിടെ? ഞാൻ നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം. ഹലോ അല്ല സാർ, സാർ എന്താ മിണ്ടാത്തേ? ഹലോ സാർ. ഹലോ. എന്റെ ഫോൺ യൂസ് ചെയ്യാൻ നിങ്ങൾ കരുതണ്ട. നിങ്ങൾ വേറെ സിം കാർഡ് ഇട്ടാലും ഞാനത് അറിയും. ആ ഫോണിൽ ഞാൻ ട്രാക്കർ ഇട്ട് വെച്ചിട്ടുണ്ട്. പോലീസ് പോയാലും പിന്നെ പ്രശ്നമാവും. ഹലോ സാർ. പോലീസൊക്കെ എന്തിനാ സാറേ? എവിടുന്നാ വിളിക്കുന്നതെന്നൊന്ന് പറഞ്ഞാ മതി. ഞാൻ തന്നെ കൊണ്ടുവന്ന് തന്നേക്കാം. ഞാൻ ഈ ജംഗ്ഷനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലുണ്ട് സാർ. ചേട്ടാ, യുവമാര് നാട്ടിലേക്ക് പറഞ്ഞുവിട്. നിങ്ങളാരും വീട്ടിനടുത്തേക്ക് പോകരുത്. മനസ്സിലായോ? പുറത്തെങ്ങാനും ചെന്ന് വാ തുറന്നാ. ഇല്ല. എല്ലാം ക്ലിയർ ആയി സംസാരിച്ചു. അഡ്വാൻസ് ഒരു വലിയ തുകയാ തന്നിരിക്കുന്നത്. പെൺകുട്ടികളുടെ ഹൈറ്റ്, വെയിറ്റ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി പഴയതുപോലെ ചെറിയ തെറ്റുകളൊന്നും ചെയ്യണ്ട. ഇത് മര്യാദയ്ക്ക് ചെയ്താൽ മതി. നമ്മുടെ ജീവിതം തന്നെ മാറും. എന്തിനാ വിഷമിക്കുന്നേ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവരെല്ലാം അയക്കുന്നേ. ആ പെൺകുട്ടികൾ ഇവിടെ നിന്ന് പുറപ്പെട്ടെന്ന് ഒരു എവിഡൻസ് ഉണ്ടാവില്ല. പ്രൊഫഷൻ എന്താണെന്ന് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ്. ആ പറഞ്ഞോ. നിങ്ങളാണ് ആദി? അതെ, ഞാനാ സാർ ആദി. ഇത് നിങ്ങളുടെ ഫോണാണെന്ന് നോക്കി. അതെ സാർ, ഇത് എന്റെ ഫോൺ തന്നെയാ സാറേ. വളരെ നന്ദിയുണ്ട് സാറേ. ആണോ? കാശ് മേടിച്ചിട്ട് പറ്റിക്കാൻ നോക്കുന്നതാ. എവിടെയാണ് എന്റെ സ്വീറ്റ് ഗേൾ കീർത്തി? ഇതിലാരാ നമ്മളോട് വിലപേശിയത്? ഇവൻ തന്നെ. അല്ല, നീ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തേ? നിനക്കതിന് യോഗ്യത ഉണ്ടെന്ന് തോന്നില്ലല്ലോ. ശരി, പണത്തിന് വേണ്ടി ചെയ്തായിരിക്കും. നിനക്കും എന്തെങ്കിലും ഫ്ലാഷ് ബാക്കി കാണൂലോ. 2 ലക്ഷം കൂടുതൽ തരാം. സമയം കളയാതെ ആ പെണ്ണ് എവിടെയാണെന്ന് വേഗം പറയാ. സാർ, ആ പെണ്ണ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സാറേ. പണം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഇവന്മാരോട് ചോദിക്കേണ്ട ചോദ്യം എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എന്റെ പൊന്നു സാറേ, 4 ദിവസം കഴിഞ്ഞാ എന്റെ കല്യാണമാ. ചെറിയ വല്ല പരിക്കും പറ്റിയാ മതി. അപശകുനോ എന്ന് പറഞ്ഞ എന്റെ കല്യാണം നിർത്തിക്കളയും സാറേ. എന്നെ വിട്ടേക്ക് സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് 10 ലക്ഷം രൂപ ഞാൻ കൂടുതൽ തരാം. കാശ് നമുക്കൊരു വിഷയമല്ല. ആ പെണ്ണിനെ പിടിച്ചോണ്ട് വന്ന് എനിക്ക് തരുവാണെങ്കിൽ
നിങ്ങളെ ഞാൻ ദിവസവും പൂജിക്കാൻ ബോസ്, ബിലീവ് മീ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സർ, ആ പെൺകുട്ടി എവിടത്തെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല സർ. അവളെ തൊട്ട ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുന്ന അറിഞ്ഞ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു സർ. ആ പെണ്ണ് ആരാണ് സർ? നിങ്ങൾ തന്നെ അവളെ തിരയുന്നത്? അവളുടെ അച്ഛനും അമ്മയല്ലേ തിരയേണ്ടത്? അവള് ഞങ്ങളെ ചതിച്ചു കളഞ്ഞു. ഇതേക്കുറിച്ച് ഓർത്ത് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് സർ. എന്ത് ദേഷ്യത്തിലാണെന്നോ? ഞാൻ പറയേണ്ടത് നീ പറയുന്നതാ. അമ്മ എനിക്ക് കിട്ടിയില്ല. ഏതായാലും രക്ഷപ്പെട്ടു. എന്തിനാ ഇതെടുക്കുന്നേ? ഇനി ഇടി കിട്ടുമോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഡോറടിക്കടാ. ഞാൻ കുടുങ്ങി. എടാ എന്നെ ഇട്ടിട്ട് പോലെ. എടാ നിക്കണ. എന്നെ വിട്ട് പോകല്ലേ? എന്നെ കൂടെ കൊണ്ടുപോടാ. ഞാനും വരുന്നു. എടാ എടാ എടാ. എന്നെ കൂടെ കൊണ്ടുപോ. ബോസ് ബോസ് ബോസ്. ബോസ് ബോസ് ഇത് നഴിച്ചേരണേ ബോസ്. എന്നെ വിട്ട് പോലെ ബോസ്. നീ പുറകിലുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് പോയത്. മച്ചനെ നീ സേഫ് ആണല്ലോ. ഞാൻ സേഫാണ്. നീ എങ്ങോട്ട് പോയേ? എടാ വേഗം പെണ്ണിനെ തേടി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇവന്മാരെന്നെ തല്ലിക്കൊല്ലൂടാ. എന്നെ രക്ഷിക്കടാ. അയ്യോ എന്റെ ഫോണ്. എടാ എന്റെ കയ്യിൽ നീ മുറിവുണ്ടാക്കിയല്ലേ? എന്നാലും കുഴപ്പമില്ല. അവളെ എന്റെ കയ്യിൽ തന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഞാൻ എല്ലാം മറന്നേക്കാം. എനിക്ക് അവളെ മാത്രം മതി. നാളെ 12 മണി വരെ നിനക്ക് സമയം. എന്തെങ്കിലും മാറ്റം സംഭവിച്ച 12 ഇവൻ. അതിനുശേഷം നീ നിന്റെ കുടുംബം മൊത്തത്തില് നിന്റെ ഒന്നും പൊടി പോലെ ഇല്ലാതാക്കി കളയും ഞാൻ. ഹലോ ബോസേ, ഈ കയർ എങ്ങനെയെങ്കിലും തഴിച്ചാ ബോസേ പ്ലീസ്. താൻ എവിടെയെങ്കിലും ഇപ്പൊ ഒന്ന് തുറഞ്ഞു തരുമോ? ഇത് എവിടെ വെച്ച് തേച്ച് മുറിക്കാനാ ഞാൻ? എന്നെ തല്ലല്ലേ.